എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അധ്യാത്മരാമായണവും ജ്യോതിഷവും എന്ന വിഷയത്തെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. അങ്ങനെ വിചിന്തനം ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുണർദം, പൂയം എന്നീ നക്ഷത്രങ്ങളൊക്കെ, അതായത് ശ്രീരാമനും ഭരതനും ഒക്കെ ജനിച്ച നക്ഷത്രങ്ങളാണ് ഇത്. അധ്യാത്മരാമായണം ജ്യോതിഷവുമായിട്ട് എപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ജ്യോതിഷത്തിലെ തത്വങ്ങളും ശ്ലോകങ്ങളും പ്രമാണങ്ങളും അടിസ്ഥാനം അതിന് കൽപ്പിക്കുകയും ജ്യോതിഷ ആചാര്യന്മാരുടെ സഹായം അയോധ്യയുടെ ഭരണത്തിനും അതുപോലെ തന്നെ ദശരഥ മഹാരാജാവ് ദൈനംദിന ജീവിതത്തിലും വളരെയധികം പ്രാവശ്യം ഉപദേശങ്ങൾ തേടിയതായിട്ട് കാണുവാൻ സാധിക്കും. നവരത്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാണിക്യം, മുത്ത്, പവിഴം, പുഷ്യരാഗം, വജ്രം, ഗോമേതകം, ഇന്ദ്രനീലം, മരതകം, വൈഡൂര്യം, അങ്ങനെ 9 രത്നങ്ങളാണ് ഉള്ളത്. ഈ നവരത്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഉജ്ജയിനിയിലെ മഹാരാജാവായ വിക്രമാദിത്യനെ കുറിച്ചാണ്. വിക്രമാദിത്യൻ്റെ സദസ്സിൽ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. ആ നവരത്നങ്ങൾ ധന്വന്തരി, ശവണകൻ, അമരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ, കടകപ്പരൻ, കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചി എന്നീ പ്രസിദ്ധരായ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. ഇങ്ങനെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ അഗ്രഗണ്യന്മാരായ ഏറ്റവും പ്രസിദ്ധനാണല്ലോ വരാഹമിഹിരൻ, ജ്യോതിഷത്തിലെ ആചാര്യനാണ്. ഉജ്ജയിനിയിൽ വിക്രമാദിത്യ മഹാരാജാവ് ഭരിച്ചത് AD 3-ാം നൂറ്റാണ്ടിലാണ്. അവരിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ആചാര്യനാണ് വരരുചി. വരരുചിയോട് വിക്രമാദിത്യ മഹാരാജാവ് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അധ്യാത്മരാമായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകം ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ. അങ്ങനെയുള്ള അവസരത്തിൽ ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ നവരത്നങ്ങൾക്കുമായില്ല. വരരുചി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഇന്നേക്ക് 41 ദിവസത്തിനകം ആ നവരത്നം പറഞ്ഞത് 41 ദിവസത്തിനകം അധ്യാത്മരാമായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകം കണ്ടുപിടിച്ച് പറയുവാൻ സാധിക്കും എന്നാണ്. അങ്ങനെ ദേശാന്തര ഗമനത്തിനായിട്ട് വരരുചി പുറപ്പെട്ടു. അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്തിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു കരിമ്പന ചുവട്ടിൽ കിടക്കുമ്പോഴാണ് അവിടെ വനദേവതമാർ ആ കരിമ്പനയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് യക്ഷികൾ ഒക്കെ കൂട്ടുകൂടി വന്ന് ഇരുന്ന് പറയുകയാണ്, നമ്മുടെ ഗ്രാമത്തിൽ ഒരു പറയി പ്രസവിച്ചിരിക്കുന്നു, പെൺകുഞ്ഞാണ്. അപ്പോൾ മറ്റൊരു ദേവത ചോദിച്ചു, ആ കുട്ടിയെ ആരാണ് വിവാഹം കഴിക്കുക? അത് ഈ കരിമ്പനയുടെ ചുവട്ടിൽ കിടക്കുന്ന അധ്യാത്മരാമായണത്തിലെ ഏത് ആണ് ഏറ്റവും നല്ല ലൈനെന്ന് അറിയാൻ മേലാത്ത, മാം വിദ്ധി എന്ന് അറിയാൻ പാടില്ലാത്ത ഈ ബ്രാഹ്മണൻ തന്നെയാണ് ആ പറയിയെ വിവാഹം കഴിക്കുക. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരാൾ പണ്ഡിത ശ്രേഷ്ഠനാകണമെങ്കിൽ ഏകദേശം എത്ര വയസ്സ് പ്രായമായി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ജനിച്ച ആ കുഞ്ഞിന് ഭർത്താവായി തീരും എന്ന് പറയുക അത് സ്വാഭാവികമായിട്ട് നടപ്പുള്ള കാര്യമല്ല. കരിമ്പന ചുവട്ടിൽ കിടന്ന ആ വരരുചി ഈ കാര്യം മനസ്സിലാക്കുകയും അധ്യാത്മരാമായണത്തിലെ ഏറ്റവും നല്ല ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യ മടമി വിദ്ധി
താതഗച്ഛദാസുഖം എന്ന് മനസ്സിലാക്കി കൊട്ടാരത്തിൽ ചെന്ന് ഈ ശ്ലോകം 6 രാഗത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി എന്നാണ് പ്രമാണം. അതിനുശേഷം രാജാവിനോട് പറഞ്ഞു, നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ ഒരു പറയി പ്രസവിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടി നമ്മുടെ ഈ രാജ്യത്ത് വളർന്നു വന്നാൽ രാജ്യത്ത് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും എന്ന കപടമായ ഒരു ഉപദേശം കൊടുക്കുകയും ആ കുഞ്ഞിനെ, പൊക്കിൾക്കൊടി മുറിക്കാത്ത ആ കുഞ്ഞിനെ വാഴയുടെ പോള കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ കയറ്റി തലയിൽ പന്തവും തറച്ച് വിട്ടു എന്നാണ്, ഗംഗയിലൂടെ ഒഴുക്കി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ആ കുട്ടിയെ ഒരു ബ്രാഹ്മണ കുലത്തിൽ ആണ് എടുത്തു വളർത്തിയത്. പൊക്കിൾക്കൊടി മുറിക്കാത്ത കുട്ടികൾ ഒരു സമുദായത്തിൻ്റെ ആയി മാറുന്നില്ല എന്ന് മറ്റൊരു പ്രമാണവുമുണ്ട്. ആ ബ്രാഹ്മണ കുടുംബം ഏറ്റെടുത്ത് പൊക്കിൾക്കൊടി മുറിച്ച് ബ്രാഹ്മണരുടേതായ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ച് വളർത്തുകയും ചെയ്യും. അങ്ങനെ പിന്നീട് ഒരിക്കൽ വരരുചി ഒരു യാത്ര പുറപ്പെടുകയും ആ യാത്രാ മധ്യേ ഈ ഇല്ലത്ത് തന്നെ വന്നു കയറുകയും, അതായത് നിയുക്ത പെൺകുട്ടി അധിവസിക്കുന്ന ആ ഇല്ലത്ത് തന്നെ വന്നു കയറുകയും ചില ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ചോദിച്ച ചോദ്യം, ഉണ്ണുന്നതിന് 101 കൂട്ടം കറി വേണം, ഊണ് കഴിക്കുന്നതിന് മുമ്പ് കുളിച്ച് വന്നു കഴിഞ്ഞാൽ പട്ട് ഉടുക്കാൻ തരണം, ഭക്ഷണശേഷം 4 പേരെ തിന്നണം, അങ്ങനെ പല നിബന്ധനകളും വെച്ചു. ഇതൊക്കെ അധ്യാത്മരാമായണത്തിൽ ഈ ജ്യോതിഷ പ്രമാണങ്ങളെല്ലാം ഉണ്ട്. അന്ന് പ്രമാണം ചെയ്ത ആ മുൻപേ തന്നെ ആ ഉൾക്കാമ്പിൽ ആ വരരുചി കണ്ടിരുന്നു, അല്ലെങ്കിൽ ആ വനദേവതമാർ കണ്ടിരുന്നു. അതാണ് ജ്യോതിഷത്തിൻ്റെ യഥാർത്ഥ കാതൽ. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും തുടർന്ന് 12 കുട്ടികളുണ്ടാകുകയും ചെയ്തു. അതാണ് 12 മക്കളുടെ അമ്മയായ പറയുടെ കഥ. ആ 12 മക്കളെയും പൊക്കിൾക്കൊടി മുറിക്കാതെയാണ് അവിടെ ഓരോ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടത്. അത് ഓരോ കുലത്തിലുള്ളവരും ഏറ്റെടുത്ത് പൊക്കിൾക്കൊടി മുറിച്ച് അതാത് മതക്കാരുടെ അനുഷ്ഠാന ആചാരങ്ങൾ പ്രകാരം വളർത്തുകയും അങ്ങനെ പന്തിരുകുലം പെറ്റ പറയി എന്നുള്ള ഒരു കഥയും ഓരോ ദേശത്തും അതിൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകുകയും ചെയ്യും. ഞാനീ പറഞ്ഞു വന്നത് വരരുചിയുടെ കാര്യത്തിലായാലും എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ജ്യോതിഷത്തിൽ അത് കണ്ടെത്തിയതാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജ്യോതിഷന്മാർക്ക് പിഴവ് പറ്റുന്നുണ്ടായിരിക്കാം. എങ്കിൽ ഒരു കാര്യം തീരുമാനിക്കുക, ജ്യോതിഷത്തിന് പിഴവ് പറ്റുകയില്ല. ഓരോ കാര്യങ്ങളും അറിയുവാൻ സാധിക്കും. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ജ്യോതിഷന്മാരെ അതുപോലെ പൂജാരിമാരെയും വളച്ചൊടിച്ച് കാര്യം സാധിക്കുവാനായിട്ട് പണം കൊടുക്കുവാൻ വരുന്നവർ ശ്രദ്ധിക്കുക. ജ്യോതിഷം അങ്ങനെയുള്ള ഒരു ശാസ്ത്രമല്ല. സഞ്ചിത കർമ്മത്തിൻ്റെ ഫലം അത് എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ളതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ. അതിന് ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ, അനുഷ്ഠാനത്തോടു കൂടി ഇരുന്നാൽ ദോഷങ്ങളൊക്കെ മാറുന്നതുമാണ്.